മാതാവിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിലേക്ക് മനുഷ്യരാശിക്ക് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന ഒരു പാലമാണ് അമ്മ. എളുപ്പത്തിൽ ഷോർട്ട് കട്ടാണ്. മരിയൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്. മരിയനെപ്പോലെ ഷോർട്ട് കട്ട് ആരുമില്ല. മരിയനെപ്പോലെ അത്ര ഏത് ആംഗിളിലും 365 ഡിഗ്രി ചെരിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ്. 360 ഡിഗ്രി തെക്ക് ഇടക്കും വലത്തും എല്ലാം ചെരിഞ്ഞ് പ്രവർത്തിക്കും. ഒരു യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെ, പരിമിതികളില്ലാതെ. അത് പരിമിതികളില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ മറിയം തമ്പുരാൻ്റെ അമ്മയെ പാപികളാണെങ്കിലും ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങൾ മാനസാന്തരപ്പെട്ട് വരാൻ സമയമെടുക്കും. കുടുംബത്തിൻ്റെ സാഹചര്യം അതാണ്. മാനസാന്തരപ്പെട്ടാലും അത് നടപ്പിൽ വരുത്തണമെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും. അതുകൊണ്ട് അക്കാലങ്ങളിലെല്ലാം എൻ്റെ അവസ്ഥ വളരെ പരിതാപം. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ചില സമയത്ത് ഓർക്കുകയും, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഒരു കാത്തലിക് ഫാമിലിയിൽ ജനിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞങ്ങൾ CSIക്കാരാണല്ലോ, ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്, അച്ഛൻ ഞങ്ങളെ ഒഴിവാക്കിയ. അങ്ങനെ ഒഴിവാക്കിയല്ല. അതായത് അമ്മയോട് നിങ്ങൾക്കിപ്പോൾ ഓർത്തഡോക്സുകാർക്കും പ്രത്യേകിച്ച് അതുപോലെ തന്നെ യാക്കോബീസ് അവർക്കെല്ലാം അമ്മയോട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. നമ്മളുടെ ബന്ധം എന്ന് പറയണത് ഈ വളരെ ഇമോഷണലായിട്ടുള്ള ഒരു അമീക്കബിളായിട്ടുള്ള ബന്ധമാണ്. ഈ ബന്ധത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് യേശുക്രിസ്തുവിൽ വളരാൻ വേണ്ടിയാണ്. നിങ്ങളോർക്കും മാതാവിൻ്റെ പെരുന്നാൾ നടത്തുന്നു, മാതാവിനെ തൊട്ടുമുത്തുന്നു, ഇത് വിഗ്രഹാരാധനയല്ല. ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ, ദൈവത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവൻ, അനുഭവത്തിൻ്റെ ആത്മീയ പാരമ്പര്യമില്ലാത്തവൻ, ഇന്നലെ മുളച്ച് ചില ആശയങ്ങളും കൊണ്ട് തലേ ചുവന്നുണ്ടാക്കുന്നവൻ എന്തും പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദൈവത്തിനറിയാം നമ്മൾ എന്താണ് ചെയ്യണമെന്ന്. എന്താണ്? ദൈവത്തിന് കൊടുക്കാനുള്ള സ്നേഹം വ്യത്യസ്തമായ രീതികളിൽ നമ്മൾ ദൈവത്തോട് പ്രകടിപ്പിക്കുന്നതാണ്. വ്യത്യസ്തമായ രീതികളിൽ. അപ്പം അതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് എന്താണ്? ദൈവത്തോടുള്ള വല്ലാത്ത സ്നേഹമാണ്. ഈ ദൈവത്തോടുള്ള ശരിക്കും പറഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു കാരണം എന്ന് നിങ്ങൾക്കറിയാമോ? അതെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോൾ തന്നെ 2 പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ട്. ഒരു പ്രത്യക്ഷീകരണം ഈജിപ്തിൽ വെച്ചാണ് നടന്നത്. അത് അമ്മ രാത്രി 2 മണിക്ക് വന്ന് 4 വിരലുകൾ എൻ്റെ വായിലിട്ട് ഞാൻ എല്ലാ ഇടക്കും തന്നെ ധ്യാനത്തിൽ പറയും. പക്ഷേ അത് ഞാനെക്കുറിച്ച് ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്. അമ്മ എന്തുകൊണ്ട് രാത്രി വന്നത്, എന്തുകൊണ്ട് എൻ്റെ വിരലിട്ടത്. അത് ഞാൻ എന്നിട്ട് അത് വചനം തുറന്നു നോക്കിയപ്പോൾ പറഞ്ഞു, നിൻ്റെ പ്രസംഗങ്ങളെ ഞാൻ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലായി. അന്ന് മുതലാണ് 2010 മുതലാണ് കൃപാസനം വേറെ രീതിയിൽ ഇളകി ഉയരാൻ തുടങ്ങിയത്. അന്നത്തെ ഒരു ഇൻസിഡൻ്റാണ്. പക്ഷെ അതിന് കാരണം എന്താ? അതിൻ്റെ കാരണം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു കാരണമേ ഉള്ളൂ. 10 ദിവസം ഞാൻ ആ ഈശോൻ്റെ നാട്ടിലുണ്ടായിരുന്നു, ഇസ്രയേലിൽ. അപ്പോൾ ആ സമയത്തെല്ലാം ഈശോൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ മുട്ടേ നിൽക്കും. ഈശോനെ വിധിച്ച സ്ഥലം, ഈശോ നടന്ന സ്ഥലമൊക്കെ ചെല്ലുമ്പോൾ ഞാൻ മിണ്ടത്തില്ല, എൻ്റെ കണ്ണൊക്കെ നിറയും. ആരോടും ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ മുട്ടേ നിൽക്കും. പക്ഷെ നിലം ചുംബിക്കും. പിന്നെ ഞാൻ ഈ നസ്രത്തിൽ പോയി. നസ്രത്തിൽ അമ്മയടുത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മയുടെ അടുക്കള ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ അമ്മ ഞാനെല്ലാം പിന്നെ ഓരോരുത്തരും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലോട്ട് ഓടി. എനിക്കിൻ്റെ ഓരോരുത്തരും പോകണ്ട കാര്യം അമ്മ അവിടെ. അപ്പം നോക്കിയാൽ പുരാതനമായ ആ നക്ഷത്രം വലിയൊരു ദേവാലയമാണ്. അതിൻ്റെ അകത്താണ് ഒരു സ്ഥലത്താണ് അമ്മയുടെ വീടുണ്ടായിരുന്നത്. അവിടെയാണ് അടുക്കള. ആ അടുക്കളയും അമ്മ വെള്ളം കോരിയ കിണറുമൊക്കെ കുഞ്ഞു കിണറാണ്, കുറേ ആഴമുണ്ട്. അവിടെ എല്ലാം ഗ്രില്ല് ചെയ്തിരിക്കുന്നതാണ്. അമ്മയുടെ അടുപ്പൊക്കെ കണ്ട അവിടെ പുരാതനമായ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വേറെ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഇത് അവിടെ കാണണം ഇവിടെ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ 3 കൊന്തയില്ല അവിടെ ഇരുന്ന്. ആ അടുക്കളയിരുന്ന് അമ്മ ഈശോയ്ക്ക് കുപ്പൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണത്, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണ്. അപ്പം അമ്മ എന്തുമാത്രം സങ്കീർത്തനം പാടിയിട്ടായിരിക്കും അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തിരിക്കണത്. അപ്പം ഈശോയും അവിടെ ജീവിച്ച സ്ഥലമാണ്. അപ്പം ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് ഒരു 3 കൊന്ത ചെല്ലി. അപ്പം ഞാൻ ഓക്കെ ആയി. 3 കൊന്ത ജവന്മാർ അവിടെ ചെല്ലി. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ 10 ദിവസം ഉണ്ടായി.
10 ദിവസവും ഞാൻ ആരോടും സംസാരിക്കാതെ ജപമാല ചൊല്ലി ദൈവത്തിൻ്റെ രക്ഷാകരമായ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടെ ആരാധിച്ചു വന്ദിച്ചു. അവസാനം ഗെത്സമനിൽ പോയി. ഗെത്സമനിൽ പോയപ്പോൾ പയ്യപ്പള്ളി അച്ഛനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പയ്യപ്പള്ളി അച്ഛൻ ഞാനും കൂടി കുർബാന ചൊല്ലുകയാണ്. എന്നിട്ട് പയ്യപ്പള്ളി അച്ഛൻ കുർബാന കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ സൈഡ് കൊടുക്ക്, ഞാൻ ഈ സൈഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ ആ സൈഡ് കൊടുത്ത് പിന്നെ പക്ഷേ ഞാൻ പോയില്ല. എനിക്ക് വേറൊരു സൂത്രം ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ്? ഈശോ മുട്ടുകുത്തിയ ഗെത്സേമിന് മുട്ടുകുത്തിയ സ്ഥലം ഈ ബലിപീഠത്തിൻ്റെ ഫ്രണ്ടിലാണ്. അവരവിടെ പിച്ചളം വെയിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരനെപ്പോൾ ഒരാൾ നിൽപ്പുണ്ട് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി. അയാൾ അങ്ങോട്ട് തിരിഞ്ഞ സ്ഥലത്ത് ഞാൻ ആ കുർബാന ഉടുപ്പുമായിട്ട് ചാടി ഇതിനകത്ത് വീണു. എന്നിട്ട് ഞാൻ ഒരു നിമിഷം മുട്ടുകയെന്ന്, എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ശരി ഒരു നിമിഷം മുട്ടുകയെന്ന്. എന്താണ്? കർത്താവ് അന്ത്യവിനാഴിക മുട്ടുകുത്തിയൊരു സ്ഥലമാണ്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് വൈകാരികമായിട്ടാണ് സ്നേഹിക്കുന്നത്, ബുദ്ധിപരമായിട്ടല്ല. അങ്ങനെ വൈകാരികമായി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയമാണ് ഈ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതൊന്നല്ല, ഒരു 9 പ്രാവശ്യം പ്രത്യക്ഷപ്പെടണമെങ്കിലും ദൈവത്തിനൊരു പിശുക്കുമില്ല. എന്താണ്? നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് ദൈവത്തിന് തോന്നിയാൽ മതി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഇതുപോലെ തന്നെയാണ് വചനം. അപ്പം നിങ്ങളെ പറഞ്ഞ മൂന്നാമത്തെ കോമ്പറ്റൻസിയുടെ കവനൻ്റ് കോമ്പറ്റൻസി, അതായത് യോഗ്യമായ ഉടമ്പടി പങ്കാളിയുടെ മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം. ഈ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ സുവിശേഷം കൈമാറുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നിങ്ങൾ ഈ കൈമാറുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ദൈവത്തിന് മനസ്സിലാകണം. അതാണ് വിഷയം. അവിടെയാണ് വിഷയം വരുന്നത്. അത് നിങ്ങളെന്ത് ചെയ്താലും കർത്താവിനോടുള്ള സ്നേഹത്താലാണെന്ന് ദൈവത്തിന് മനസ്സിലാകണം. ഇതിന് ഒരു മെൽട്ടിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മെൽട്ടിങ് കഴിഞ്ഞ ദിവസങ്ങളിലെ മെൽട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുക്കം, വചന ഉരുക്കം. അതായത് നിങ്ങൾ ദൈവസ്നേഹം കൂടിക്കഴിഞ്ഞപ്പോൾ വചന ഉരുക്കം സംഭവിക്കും. വചന ഉരുക്കം, എല്ലാ വചനവും ഉരുകാനുള്ളതാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ ഐസ് നമ്മൾ ചില കുഞ്ഞുങ്ങൾ ഐസ് മിഠായി കഴിക്കുമ്പോൾ അവർക്ക് കുറേ അങ്ങനെ ചീമ്പിക്കൊണ്ടൊക്കെ ഇരുന്നിട്ട് കുറേ പിള്ളേർക്ക് ക്ഷമ ഉണ്ടാകത്തില്ല. അവർ കടിച്ചിട്ട് ഐസ് അതേപടി വിഴുങ്ങും. ഒരു ഗുണമുണ്ട് ഇല്ല. അത് നാവിലരിഞ്ഞ് മധുരമായി തന്നെയാണ് നമ്മളതിനെ ആസ്വദിക്കുന്നത്. ഇതുപോലെ വചനത്തിന് ഇതുപോലെ ഒരു വചന മെൽട്ടിങ് എന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ വചനം അതിൽ മുഴുവനും ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് നമ്മുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പ്രത്യേകിച്ച് സ്നേഹം കൊണ്ട് വചനം മെൽട്ടാകും. നിങ്ങളുടെ ഈ വചനം ഓപ്പൺ ചെയ്ത് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? വചനം നിങ്ങളെ ഇപ്പം നമ്മൾ മുട്ട വിരിയണമെങ്കിൽ എന്ത് ചെയ്യണം? തള്ളക്കോഴിയുടെ ചൂട് വേണം. മഞ്ഞുരുകണമെങ്കിൽ എന്ത് വേണം? സൂര്യൻ്റെ വെയിൽ വേണം. വചനം ഉരുകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിൻ്റെ ചൂട് വേണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എൻ്റെ പേര് ക്ലെയർ. ഞാൻ എറണാകുളം മൂലമ്പള്ളി സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 9, 2022
അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയാനായിട്ട്, ഞാൻ 12th പഠിക്കുന്ന സമയത്ത് പൊതുവേ എനിക്ക് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഒരു പേടിയാണ്. അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും പേടി കൊണ്ടിട്ട് ഞാൻ എക്സാംസൊക്കെ എല്ലാം ലേറ്റായിട്ട് എഴുതും, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറക്കും. ഇങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ 12th ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോണത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ആ ടൈമിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു, 2ാം ശനിയാഴ്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ അപ്പോൾ എൻ്റെ ഡാഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. എക്സാംസിനൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെന്തിനയിൽ കാശ് രൂപം ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് എനിക്കൊരു ധൈര്യമായിരുന്നു. കാരണം എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്ക് ഈ എക്സാംസ് ഒന്ന് എഴുതി തീർക്കാൻ പറ്റണേ മാതാവേ എന്നായിരുന്നു. കാരണം ഈ ടൈം പോകുന്നതനുസരിച്ച് എനിക്ക് ടെൻഷൻ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടി കാശ് രൂപം പിടിച്ചിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നേച്ചാൽ. പക്ഷേ എനിക്കതെന്തോ ഒരു നല്ലൊരു ധൈര്യം എനിക്ക് പകർന്നു. എനിക്ക് പെട്ടെന്ന് എനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി തീർക്കാൻ പറ്റി. എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇതുവരെ അക്കൗണ്ടൻസിക്ക് ആ ടൈമിൽ ഞാൻ ക്ലാസ്സിൽ ഇതുവരെ പാസ്സാവാത്ത എനിക്ക് 94% അക്കൗണ്ടൻസി പാസ്സാവാൻ പറ്റി. പിന്നെ അതുകൂടാതെ എല്ലാ കോഴ്സിനും എനിക്ക് എല്ലാ സബ്ജക്ട്സിനും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. 83% എനിക്ക് 12th പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ അത് ഇപ്പോൾ ഉടമ്പടിക്ക് മുമ്പുള്ള അനുഭവമാണ്. ഉടമ്പടി എടുത്തത് ഞാൻ October 9, 2022. അത് ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്തു. ഞാനപ്പോൾ CBSEയിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, IELTS എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് എനിക്കൊക്കെ 12th ഉണ്ടായ കോഴ്സൊക്കെ പോലെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഇതിൽ ഞാൻ പോയി അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാനത് ഫെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും വന്ന് ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ടെസ്റ്റ് ഡേറ്റ് എടുത്തായിരുന്നു. അപ്പോഴേക്കും നോർമൽ ആദ്യത്തെ ഉടമ്പടിയാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു പോയി. ആ ടൈമിലായിരുന്നു എക്സാംസ് വന്നു, അറ്റംപ്റ്റ് ചെയ്തു. ആദ്യത്തെ ഇൻവിജിലേറ്റേഴ്സ് തന്നെയായിരുന്നു ഇൻവിജിലേറ്റ് ചെയ്തവർ തന്നെയായിരുന്നു എനിക്ക് സെക്കൻഡ് ടൈമിലും. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അറ്റംപ്റ്റ് ചെയ്തു. അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. തലേ ദിവസം തന്നെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കരച്ചിലും ഭയങ്കര ഒരു പ്രയാസം മനസ്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു അനുഭവമായിരിക്കും, എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം കിട്ടും എന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ പോയി എഴുതി. ഇതേപോലെ എനിക്ക് റീഡിങ് നല്ല പാടായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിലും റീഡിങ് തന്നെ പാടായിരുന്നു. ബാക്കിയെല്ലാം മര്യാദക്ക് നോക്കാഞ്ഞുകൊണ്ട് അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയി. 2ാമത്തെ അറ്റംപ്റ്റിലും ഞാൻ പഠിച്ചു, പക്ഷേ റീഡിങ് എനിക്ക് പാടായതുകൊണ്ട് ഞാൻ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ അതും എനിക്ക് റീഡിങ്ങിൽ പോയി, ഞാനത് ഫെയിലായി. അപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം ഞാൻ കേട്ടായിരുന്നു, ഇങ്ങനെ പറയുന്നത് ഈ ചവിട്ട് നാടകം കളിക്കുന്ന ആൾക്കാർ ആദ്യം ഇങ്ങനെ ചവിട്ടി നോക്കും സ്റ്റേജ് ഉറപ്പുണ്ടോ എന്ന്. അപ്പോൾ മാതാവിൻ്റെ ഓരോ നമുക്ക് ഇങ്ങനെ ഓരോ ഇത് വരും, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും നമുക്ക് അത്രയും സ്ട്രോങ് ആണോ നമ്മളുടെ വിശ്വാസം എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും ഇത്രയും നാൾക്ക്, എനിക്കിപ്പോൾ 24 വയസ്സായി, ഞാൻ ഇത്രയും നാളും ഞാൻ മാതാവിനെയോ ഈശോനെയോ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു കാര്യത്തിലും. എനിക്കെന്ത് കിട്ടിയില്ലെങ്കിലും ഞാനത് നല്ലതിനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ 3ാമത്തെ ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ 3ാമത്തെ ടെസ്റ്റ് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നല്ല വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ടെസ്റ്റ് ഡേറ്റ് എടുത്തത്. അപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനും 12 മണി സമയത്ത് അഖണ്ഡ ജപമാലയും വെളുപ്പിന് 3 മണിക്ക് കുരിശിൻ്റെ വഴി ചെല്ലുകയും അങ്ങനെയൊക്കെ ഞാൻ ഇതിനു വേണ്ടി മാത്രം ഞാൻ സമയം കണ്ടെത്താൻ തുടങ്ങി. ആ സമയത്ത് പ്രേക്ഷിത വേല എന്ന് പറയുമ്പോഴേക്കും ഓർഫനേജിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ പേപ്പർ കൊടുത്തായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്ത് 3rd അറ്റംപ്റ്റിൻ്റെ സമയത്ത് സ്പീക്കിംഗ് ടെസ്റ്റ് ഡേറ്റിൻ്റെ സമയത്ത് എനിക്ക് രാവിലെ വെളുപ്പിനായപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു പനി, മേലൊക്കെ വിറവൽ പോലെ, എന്നിട്ട് എനിക്ക് ഭയങ്കര ചുമയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നല്ല ഹൈ ഫീവറായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ എനിക്ക് ഇന്ന് ടെസ്റ്റ് ഡേറ്റ് മാറ്റിയെടുക്കണം, അതിന് 2000 രൂപ 4000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ല, എനിക്ക് മാതാവ് ചിലപ്പോൾ ഇതും എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണേയിരിക്കും. ഞാനപ്പോൾ
ഓയിൽ എടുത്ത് തൊണ്ടയിൽ പരട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, സ്പീക്കിംഗ് കഴിയണവരെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവല്ലേ, കാരണം അല്ലെങ്കിൽ അത് അവരൊരു ഡീമെറിറ്റായിട്ട് കൺസിഡർ ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഈ 3ാമത്തെ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് 2 പ്രാവശ്യം വന്ന ഒരു വചനം എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു വചനം കിട്ടി. എൻ്റെ അനിയത്തി ഇതെടുത്തപ്പോഴേക്കും വെറുതെ അവൾ എടുത്തതാണ്, അപ്പോൾ എൻ്റെ കാര്യം പ്രാർത്ഥിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അവൾക്ക് ഇത് കിട്ടി. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ വചനം കിട്ടിയെന്ന്. എനിക്കൊരു റിസൾട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോയി. എനിക്ക് നല്ല രീതിക്ക് 3ാമത്തെ അറ്റംപ്റ്റിലും സെയിം ഇൻവിജിലേറ്റർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റോടെ ചെയ്യാൻ പറ്റി. പിന്നെ റൈറ്റിംഗ് ലിസണിങ് എന്ന് പറയുമ്പോഴേക്കും റൈറ്റിംഗ് എനിക്ക് പറ്റും, പക്ഷേ ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യലാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയും അമ്മ മാതാവ് എൻ്റെ കൂടെ വരണം ആ എക്സാം ഹാളിൽ. ഈശോയുടെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കയറുന്നുണ്ടെങ്കിൽ ഈശോ എൻ്റെ അമ്മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറുള്ളൂ എന്നുള്ളൊരു മനസ്സിലൊരു ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ പോയത്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാനപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ച് എഴുതിയത് കൊണ്ടിട്ട് മോതിരത്തിൽ ഞാൻ കാശ് രൂപം ഇട്ടിട്ട് കെട്ടി വെച്ചിട്ടാണ് ഞാൻ എഴുതാറ്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എനിക്കൊരു സ്പീഡ് കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ഞാൻ എക്സാമൊക്കെ അറ്റംപ്റ്റ് ചെയ്ത്. പക്ഷേ ഇത് എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കെന്തോ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു, ലൈക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. എനിക്ക് എക്സാം ഞാൻ പാസ്സാവും, എന്തോ ഒരു പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ റീഡിംഗ് ഒക്കെ ഞാൻ എവിടേക്കോ നോക്കിയ ഒരു ഭാഗമൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരണം. ഈ 2 ആഴ്ച ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 12 മണിക്ക് അഖണ്ഡ ജപമാല, കുരിശിൻ്റെ വഴി അങ്ങനെയൊക്കെ ചെല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഫോൺ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചായിരുന്നു ആ 2 ആഴ്ച. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ത്യാഗപ്രവൃത്തി എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഭയങ്കര അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ ധ്യാനം കേൾക്കുമായിരുന്നു, അച്ഛൻ്റെ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന എൻ്റെ തലേ ദിവസം ഒരു സാക്ഷ്യത്തിൽ പറയണ്ടായിരുന്നു. ആ ഒരു ചേച്ചി മോളുടെ എക്സാമിന് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടേണ്ട ടൈം എന്തോ ആ ടൈമിലായപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസം ഞാൻ കണ്ടിന്യൂസ് ബൈബിൾ വായിച്ച് വെളുപ്പിന് ഒരു 3 മണിയായപ്പോഴേക്കും ഞാൻ കുരിശിൻ്റെ വഴി എത്തിച്ച്. അത് കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂസ് ബൈബിൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് എനിക്ക് ഉറക്കം വന്നു ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും. അപ്പോഴേക്കും ഞാൻ പോയി. എന്നിട്ട് 5:30 തന്നെ ഞാൻ ഞെട്ടി എണീറ്റ്. കാരണം 5:30 പ്രഭാത പ്രാർത്ഥന ചെല്ലണമല്ലോ. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നായിരുന്നു. പള്ളിയിൽ പോകേണ്ട ടൈമായിരുന്നു. പക്ഷേ എനിക്ക് പള്ളിയിലന്ന് പോയത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കല്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മെസ്സേജ് വന്നു. ഞാൻ നോക്കിയപ്പോൾ അതെന്തോ വോഡാഫോണിൻ്റെ മെസ്സേജ് ആയിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയി, ലൈക്ക് ഡീപ്പ് സ്ലീപ്പായിപ്പോയി. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണുന്നതാണ്. എനിക്കൊരു മെസ്സേജ് വന്നു. എന്നിട്ട് ആ മെസ്സേജ് എടുക്കുമ്പോഴേക്കും ഞാൻ കാണുന്നത് എൻ്റെ IELTS ടെസ്റ്റ് റിസൾട്ടാണ്. അത് 8776 ആണ് എൻ്റെ സ്കോർ വന്നേക്കണം. അപ്പോൾ ഞാൻ ഇത് വീട്ടിലൊക്കെ പറഞ്ഞ് സന്തോഷിക്കില്ല, ഇതാണ് എൻ്റെ സ്വപ്നം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു. അപ്പോൾ ഞെട്ടി എണീറ്റപ്പോൾ എൻ്റെ മമ്മി ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ റിസൾട്ട് കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അയ്യോ സ്വപ്നമായിരുന്നല്ലേ എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, എന്താ സ്വപ്നത്തിൽ കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയില്ല, റിസൾട്ട് വരട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റിസൾട്ട് വന്നു. അപ്പോഴേക്കും ലൈക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ട സെയിം റിസൾട്ട് 8776. അപ്പോൾ എനിക്കൊക്കെ ആകെ ഒരു രോമാഞ്ചം വന്ന പോലെയായിരുന്നു. ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നന്ദി പറഞ്ഞു. ആ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ ചോദിച്ചു. പക്ഷേ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടേ സാക്ഷ്യം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു, ലോൺ പ്രോസസ്സിങ്ങും പിന്നെ ബാക്കിയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിട്ടും, IELTS കിട്ടാനാണല്ലോ എല്ലാവർക്കും പാട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണുണ്ട്, പക്ഷേ അത്ര തീവ്രത കുറച്ച് കുറഞ്ഞു. അങ്ങനെ ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു 2-3 മാസം കഴിഞ്ഞിട്ട്. എന്നിട്ട് എന്നേലും കഴിഞ്ഞ് അപ്ലൈ ചെയ്തവർക്ക് വരെ വിസ കിട്ടി. അപ്പം ഞാൻ ന്യൂസിലൻഡിലേക്കാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെ ആദ്യം അവർ അപ്ലൈ ചെയ്തപ്പോഴേക്കും ആദ്യം ആ മിഷേൽ ഫെഗൻ എന്നാണ് ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ പേര്. അപ്പോൾ ആ സ്റ്റാഫ് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു, ലൈക്ക് ആ മെയിൽ തിരിച്ച് അയച്ചിട്ട് പറഞ്ഞു വേറെ കുറേ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പിലാണ് ഇവർ ഈ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം അയക്കും പിന്നെ റിപ്ലൈ തരും, ഒരെണ്ണം അയക്കും പിന്നെ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ പ്രാവശ്യം അയച്ചപ്പോഴേക്കും ഇവർ ഈ പറഞ്ഞ പോലെ CA സൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡാഡിയുടെ ബിസിനസ്സാണ് കൊടുത്തേക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും CA വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. ന്യൂസിലൻഡിലെ പ്രോസസ്സിങ് കുറച്ച് പാടാണ്. അപ്പോൾ CA ഇവിടെ ആ ടേൺ ഓവർ അനുസരിച്ചൊരു CA സൈൻ വേണ്ട. പക്ഷേ എന്നാലും ഇവർ ചോദിച്ചല്ലേ എന്ന് വിചാരിച്ച് CA കിട്ടാണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ
സാറിൻ്റെ ഫ്രണ്ട് ഫ്രീ ആയിട്ട് CAയുടെ സൈൻ, പുള്ളി CA ആണ്, അപ്പോൾ CAയുടെ സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര തടസ്സം. ഒരു 2-3 മാസമായിട്ട് ലോണൊക്കെ എല്ലാം 2-3 ആഴ്ചയ്ക്ക് അപ്രൂവ് ആയി, എല്ലാ കാര്യങ്ങളും പെട്ടെന്നായി. പക്ഷേ വിസക്ക് മാത്രം ഭയങ്കര തടസ്സം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ജൂലൈ 18-നാണ് സ്റ്റാർട്ട് ചെയ്യണം ക്ലാസ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ജൂലൈ 16-ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാമെന്ന് അമ്മനോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് അമ്മ ഒന്ന് സഹായിക്കണം എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ്, ഇത് ഞാൻ ഏൽപ്പിച്ച് മിഷേൽ ഫെഗനെയും ഈ ഞാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പോണ ഡോക്യുമെൻറ്റ്സിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കണേണ്. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ വരണം, ആ മിഷേൽ ഫെഗൻ്റെ അടുത്തും പോകണം, അമ്മ സഞ്ചാരി മാതാവായി ചെല്ലണം. എന്നിട്ട് എനിക്ക് നാളെ തന്നെ ഈ വിസ അപ്രൂവ് ചെയ്ത് തരണം. പക്ഷേ എനിക്ക് അതിലൊരു പ്രതീക്ഷയില്ല. കാരണം ഈ സ്റ്റാഫാണെങ്കിൽ എപ്പോഴും കറക്റ്റായിട്ടല്ല റിപ്ലൈ തരുന്നത് തന്നെ, ചിലപ്പോൾ ഒരു വീക്കൊക്കെ എടുക്കും. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് വിസ അപ്രൂവ് ആയി കിട്ടി. അതും ഭയങ്കര ഒരു അത്ഭുതമായി പോയി എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഇതൊന്നും എൻ്റെ കഴിവാലയല്ലേ നേടിയതല്ല ഞാൻ. അപ്പോൾ ആ ദിവസം വന്നപ്പോൾ ലേറ്റായി കുറച്ച്, അപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ബ്രദറിനോട് ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, പോയി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് മന്ത് ഞാൻ വന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, ഞാൻ ഉടമ്പടി പുതുക്കാഞ്ഞത് കൊണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നു. അത് കൂടാണ്ട് എൻ്റെ കോഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MCOM ആണ് എടുത്തത്. ഈ MCOM എടുത്തപ്പോഴേക്കും അത് റിസർച്ച് തീസിസ് ബേസ്ഡ് ആയിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു ഒരു സ്റ്റുഡൻറ്റ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്താ സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെയുള്ള സൂപ്പർവൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 20-25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർവൈസേഴ്സാണ്. അപ്പം ഞാൻ ഓരോരോ ചെറിയ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും ഇത്ര ഇതില്ലാണ്ടാണോ ഈ കുട്ടി വന്നേക്കണമെന്നുള്ള. കാരണം എനിക്ക് ആ ഒരു ബേസില്ല, ഞാൻ കൂടുതലും പ്രാക്ടിക്കലാണ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ലോ മാർക്സ് ആയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ബാക്കിയുള്ള കോഴ്സ് ജയിച്ചു. പക്ഷേ തീസിസ് ഒട്ടും എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. എനിക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല ഞാൻ കൊടുത്തേക്കണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. എന്നോട് പറഞ്ഞു, ക്ലെയർ ഇത് മാറ്റി വേറെ കോഴ്സ് നോക്ക്, കാരണം ക്ലെയറിൻ്റെ പ്രാക്ടിക്കൽ അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് വേറെ ക്ലെയറിൻ്റെ പ്രാക്ടിക്കലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ അതിന് ഞാൻ എക്സ്ട്രാ ഒരു 10 lakhs കൂടി വേറെ അടക്കണം. പിന്നെ അതുമല്ല വിസ പ്രോസസ്സിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ അമ്മനോട് പ്രത്യേകം ഇരുന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, മാതാവ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവാണെങ്കിൽ എനിക്ക് ഈ ഒരു കടമയും കൂടി കടക്കാൻ എൻ്റെ അമ്മ മാതാവ് സഹായിക്കുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. എനിക്ക് വീട്ടിലിത് പറയാൻ പറ്റില്ല, കാരണം അവരും പ്രയാസപ്പെടും. അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ മാതാവ് ഈശോയെ എന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ അമ്മ മാതാവ് ഈശോയും തന്നെ ഇത് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടത്, ഒരു കപ്പ് ഓഫ് കോഫിയിൽ മാതാവിൻ്റെ കാശിരൂപ. അപ്പോൾ ഈ കോഫി കുടിക്കണത് എൻ്റെ മാഡമാണ്, എൻ്റെ മെയിൻ സൂപ്പർവൈസറാണ് ഇത് കുടിക്കണത്. അപ്പോൾ കോഫി അല്ലെങ്കിൽ മിൽക്ക പുള്ളിക്കാരി എപ്പോഴും കുടിക്കുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് കോഫിയിൽ കാശ് രൂപ ഞാൻ കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഞാൻ മാഡത്തിനെ ആയിരിക്കും ചിലപ്പോൾ കണ്ടെന്നാൽ മാഡത്തിനോട് പോയി സംസാരിക്കുക. അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് അവരോട് പറഞ്ഞാൽ അവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മാഡത്തിനോട് കരഞ്ഞ് ഞാൻ ഫ്രണ്ടിനോട് സംസാരിച്ച്, അങ്ങനെ ഫ്രണ്ട് എന്നോടും കൂടി പറഞ്ഞിട്ട് ഞാൻ പോയി മാഡത്തിനോട് സംസാരിച്ച്. ഞാൻ പറഞ്ഞു, മാഡം എനിക്കിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല, കോഴ്സ് എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ പാസ്സായിക്കോളാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടൈമിൽ പാസ്സായിക്കോളൂ. കാരണം ഇത് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അവർ ജസ്റ്റ് നോക്കണേ, അതിന് മാർക്കിംഗ് ഇല്ല, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണേണ് അവർ. അപ്പോൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അവർ പ്രതീക്ഷ അത്ര ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ടൈം എന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല എനിക്കൊന്ന് സാറിനോട് സംസാരിക്കണം. സാറ് പറഞ്ഞു, ഇല്ല ക്ലെയറിനെ കൊണ്ട് ഇത് പറ്റൂല, ഒട്ടും കഴിയൂല, കാരണം ക്ലെയർ ആ ഒരു ഇതെത്തിയിട്ടില്ല എന്നുള്ളത് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം, എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ.
അങ്ങനെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണേ, കാരണം ഞാൻ ഒറ്റ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ വേറെ ആരും എനിക്ക് ഹെൽപ്പിന് ചോദിക്കാനായിട്ട് വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സെമസ്റ്ററിൽ തന്നെ ഒരു പുതിയ മാഡം അവിടെ വന്ന്. യൂഷ്വലി 2 സൂപ്പർവൈസേഴ്സാണ് ഒരു സ്റ്റുഡൻറ്റിനുള്ളത് മിനിമം. മോർ ദാൻ 2 എടുക്കാം, പക്ഷേ മിക്കവർക്കും 2 ആണ്. അങ്ങനെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ മാഡം എനിക്ക് എൻ്റെ സൂപ്പർവൈസർ ഒരു 3ാമത്തെ ഒരു സൂപ്പർവൈസറിനെ തന്നു. ആ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാഡം ആയിരുന്നു. എനിക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ എനിക്കൊരു ഡൗട്ട് ചോദിച്ചു, ഇങ്ങനെ ഇതെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എനിക്ക് കുറേ എക്സാമ്പിൾസ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ പുള്ളിക്കാരി എനിക്ക് കുറച്ച് ഗൈഡൻസ് തന്നു. ഇങ്ങനെയാണ്, എനിക്കൊരു ഗൈഡൻസിൻ്റെ കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ഗൈഡൻസ് തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഈ തീസിസ് ഞാൻ ഫുള്ളി സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്കറിയാമല്ലോ എൻ്റെ സൂപ്പർവൈസേഴ്സ് എന്നെക്കുറിച്ച് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ എൻ്റെ ലാസ്റ്റ് തീസിസ് സബ്മിറ്റ് ചെയ്തത്. എന്തോ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനെ സഹായിക്കുമെന്ന്. കാരണം ഞാൻ കൈവച്ചാണ് കൂടുതലും തീസിസ് എഴുതുന്നത്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യൽ കുറവാണ്, കാരണം തിങ്കിങ് കൂടുതൽ കൈവച്ച് എഴുതുമ്പോഴോ. അങ്ങനെ ഒരു എൻഡ് കിട്ടാണ്ടാവുമ്പോഴും അല്ലാതെ എപ്പം ഞാൻ തീസിസ് എഴുതാൻ തുടങ്ങിയാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കൂടെ ഈശോയെ മതം വന്ന് എൻ്റെ കൈപിടിച്ച് എഴുതിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൺക്ലൂഷൻ കിട്ടാനുള്ള തീസിസിൽ ചെയ്ത് കഴിയും, പിന്നെ ബാക്ക് ടു ആദ്യത്തിലോട്ട് ഞാൻ പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീസിസ് കൺക്ലൂഷൻ കിട്ടണില്ല. അപ്പം ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നൊരു മനസ്സിലൊരു ഞാൻ എഴുതി അങ്ങനെ പോകും ഒരു കൺക്ലൂഷനിലേക്ക്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവർ വേറൊരു ഇത് തന്ന പ്രശ്നം, ഒരു പ്രലോഭനം വന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫെബ്രുവരിയിലാണ് എൻ്റെ വിസ അവസാനിക്കുന്നത്. അപ്പോൾ തീസിസ് ആയതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനൊക്കെ അവർ കറക്റ്റ് ചെയ്ത് തരണം. നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് കറക്റ്റ് ചെയ്ത് തരണമെന്ന്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മാഡത്തിനോട് പറഞ്ഞായിരുന്നു ജാനുവരി എൻഡോടെ എനിക്ക് കിട്ടിയാലേ എനിക്ക് വിസക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇവർ പറഞ്ഞു അവർക്ക് വേറെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് ഫെബ്രുവരി എൻഡോടെ ക്ലിയറിന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ അപ്പോഴും മാതാവിന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇത്രയും വരെയൊക്കെ എത്തിച്ചില്ലേ, അപ്പോൾ ഇനി ബാക്കി എന്നെ സഹായിക്കും എന്നൊക്കെ ഒരു വിശ്വാസം എനിക്ക്, മനോധൈര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഇങ്ങനെ പറഞ്ഞ സൂപ്പർവൈസേഴ്സ് അവരെന്തെന്ന് വെച്ചാൽ എൻ്റെ മാഡം സംസാരിച്ചിട്ട് ഇവർ പറഞ്ഞ ഡേറ്റിനേലും മുമ്പ് അവർ തന്നു. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ എനിക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടുന്ന ട്യൂസ്ഡേസാണ്. ഫസ്റ്റ് ജോലി കിട്ടിയ ട്യൂസ്ഡേയാണ്, സെക്കൻഡ് ജോലി കിട്ടിയതും ട്യൂസ്ഡേയാണ്, പിന്നെ ഓരോരോ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണ എല്ലാം ട്യൂസ്ഡേ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ ജാനുവരി എൻഡിൻ്റെ എൻ്റെ ആവാറായ ട്യൂസ്ഡേന് മുമ്പുള്ള ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് വീക്കാണ് ലാസ്റ്റ് വീക്ക് ജാനുവരിയുടെ, അതിൻ്റെ ഈ ട്യൂസ്ഡേ എനിക്ക് റിസൾട്ട് തരണം മാതാവേ. കാരണം എനിക്ക് പ്രതീക്ഷയില്ല, ഇവർ തരൂല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. മാഡത്തിനോട് ചോദിച്ചപ്പോൾ ഇവർ തരും എന്ന് പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചപ്പോൾ ഇവർ തരൂല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് പ്രാർത്ഥന എന്നെ ഒരു ബലം ഉണ്ടായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അനുഗ്രഹം, ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ ജാനുവരിയുടെ ലാസ്റ്റ് വീക്ക് ട്യൂസ്ഡേ എനിക്ക് ഇവർ ഗ്രേഡ് എനിക്ക് അവർ പാസ്സായി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ അയച്ചു. ആൻഡ് എനിക്ക് ഒട്ടും പാസ്സാവില്ല എന്ന് പറഞ്ഞ് എനിക്ക് B+ഓടെ തീസിസ് പാസ്സാവാൻ എൻ്റെ മാതാവ് സഹായിച്ചു. ഇതൊന്നും എൻ്റെ കഴിവാലയല്ല, ഈശോയെ അമ്മാതാവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഡൊണേഷനൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങനെ കൊടുക്കാറുണ്ട്. അതല്ലാതെ പ്രേക്ഷിത വേല ചെയ്യാറുണ്ട്. പിന്നെ ഓർഫനേജിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് മാതാവിന് 1000 കോടി നന്ദി. ത്രിയേക ദൈവ തിരുനാമത്തിനും പരിശുദ്ധ അമ്മയ്ക്കും മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ലൂസി വർഗീസ്, ചെന്നൈയിൽ നിന്നും വരുന്നു. ഞാൻ 2024 ഒക്ടോബർ 15 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ആദ്യം പത്രം കിട്ടിയത് ചെന്നൈയിൽ വെച്ചാണ്. പക്ഷേ ചെന്നൈയിൽ വെച്ച് പത്രം കിട്ടിയിട്ട് എനിക്കത് തുറന്നു നോക്കാനോ വായിക്കാനോ എനിക്കൊന്നിനും പറ്റിയിരുന്നില്ല. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. വല്ലാത്ത സങ്കടം. പത്രം എടുക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എന്ന് എനിക്ക് അതിലെഴുതിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്കത് മനസ്സിലാകാത്തത് കൊണ്ട് വായിക്കാനും പറ്റുന്നില്ല. സങ്കടം. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. വീണ്ടും പത്രം കൊണ്ട് തരുമ്പോൾ എന്തിനാണ് ഈ പത്രം തരുന്നത്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോൾ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നാൽ മതി എന്ന് പറയും. പിന്നെ ഞാനതങ്ങനെ വെച്ചു. എനിക്ക് വായിക്കാൻ പറ്റില്ല. പത്രം കാണുമ്പോൾ എനിക്ക് വീണ്ടും സങ്കടം വരും. അമ്മയോട് ഞാൻ പറയും, അമ്മയോട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ,
എല്ലാ കാര്യത്തിലും അമ്മയോട് ഞാൻ സംസാരിക്കും, അമ്മ എനിക്ക് ഉത്തരം തരും. ഈ പത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് അമ്മ എന്നോട് മിണ്ടുന്നില്ല, എന്നോട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അമ്മ എന്നോട് പറയും, നീ ഒരു ദിവസം എന്നോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അമ്മ എനിക്കൊരു ബോധ്യം തന്നു. നീ പ്രാർത്ഥിക്കാനായിട്ട് ധ്യാനിക്കാനൊക്കെ ഹസ്ബൻഡിനെയും മകനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ച് അത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത്, അതുപോലെ ഈ കാര്യവും വിട്ടേരെ. നീ ധ്യാനത്തിന് പോകാൻ നേരത്ത് ചേട്ടനെ കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്, കുറച്ച് അസുഖമുള്ള ആളാണ്. അപ്പം ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ധ്യാനിക്കാൻ ഈശോ എന്ന് തീരുമാനിക്കണോ അന്ന് ഞങ്ങളെ കൊണ്ടുപോയി അങ്ങോട്ട് ധ്യാന കേന്ദ്രത്തിൽ എത്തിക്കണമെന്ന്. അതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും അതുപോലെ ധ്യാനം കൂടാൻ അവസരം തരും ദൈവം. അതുപോലെ ഈ പത്രത്തിൻ്റെ കാര്യം ഞാൻ അതുപോലെ വിട്ടു. പിന്നെ കുറച്ച് 2 വർഷം കഴിഞ്ഞ് ഞാൻ LF ഹോസ്പിറ്റലിൽ എൻ്റെ മകന് അസുഖമായിട്ട് വന്ന് കിടക്കുമ്പോൾ വീണ്ടും പത്രം എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ ഞാൻ വീണ്ടും പത്രത്തിൻ്റെ കാര്യം നഴ്സുമാരോട് ചോദിച്ചു. അവർക്കും അറിയില്ല. ഉടമ്പടി എടുക്ക് ചേച്ചി പോയി, അപ്പം മോൻ്റെ അസുഖം മാറുമെന്ന് പറയും. പിന്നീട് ഞാൻ ഉടമ്പടി പത്രം അവിടെ കിടന്ന് വായിക്കാൻ തുടങ്ങി. ഡിസ്ചാർജായി മകനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ നേരെ കൃപാസനത്തിൽ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഉടമ്പടി എടുക്കുമെന്നൊന്നും പറഞ്ഞില്ല ആരോടും. കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഓടി നടന്ന് ഓരോരുത്തരുടെ അടുത്തും ചോദിച്ചു. ഉടമ്പടി ധ്യാനം ഞാൻ കൂടിയിട്ടില്ല. പക്ഷേ എനിക്കൊരു ഉള്ളിലൊരു ബോധ്യമുണ്ടായിരുന്നു, എൻ്റെ അമ്മയും ഈശോയും എന്നെ നേരായ വഴിക്ക് നയിക്കും. ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും, വീട്ടിലിരിക്കുമ്പോൾ ഓരോ നേരത്തും പ്രാർത്ഥന എത്തിക്കുമ്പോഴും ഞാൻ ചുമ്മാ വീട്ടിലിരുന്ന് എൻ്റെ തയ്യൽ ജോലി ചെയ്യണ സമയത്തും ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ എൻ്റെ പ്രാർത്ഥന നിരന്തരം കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്കൊരവസരം തരണം. എങ്ങനെ ഒരു ധ്യാനം, ഒരു സ്കൂളിൽ പഠിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവോ? ഞാൻ കുറച്ച് പ്രാർത്ഥിക്കും, എനിക്ക് ദൈവാനുഗ്രഹം കിട്ടും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ എപ്പോഴും ഈശോയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ മാതാവിനോടത്തെ കുറിച്ച് ചോദിക്കും. ഈ പുറത്ത് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ എന്താ പ്രത്യക്ഷീകരണമൊന്നും ഇല്ലാത്ത ഈശോയെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ച് കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യമൊന്നും എനിക്കറിയില്ല. 2024 ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ മാതാവിനെക്കുറിച്ച് അറിഞ്ഞതും എല്ലാനും. മാതാവ് പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഈ അൾത്താര എന്നൊക്കെ അറിയാൻ ഇടയായത്. ഇവിടെ വന്ന് എല്ലാവരോടും ചോദിച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെച്ച് എൻ്റെ പ്രാർത്ഥന ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ മോന് പല്ലിന് അസുഖമായി, പൊട്ടിപ്പോയി, അതിൻ്റെ ഉള്ളിൽ ദശ കയറി മൂടി, പല്ല് ഓപ്പറേഷൻ ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി മുഖത്തൊക്കെ പുരട്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി ഓപ്പറേഷൻ ചെയ്ത് പല്ലെടുക്കാൻ ഇടയാക്കരുത്. ഇതിക്ക് മുമ്പ് ഓപ്പറേഷൻ ചെയ്ത് പല്ലെടുത്ത് 1 മാസത്തിൻ്റെ അടുത്ത്, ഒരു 2-3 ആഴ്ചയുടെ അടുത്തെങ്കിലും അവൻ്റെ മുഖത്ത് നീരും വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ആയിരുന്നു. ഇത് അമ്മ വന്ന് എടുത്തു തരണം, അമ്മ വന്ന് എടുത്താലല്ലാതെ അത് ആ പല്ലെടുക്കാൻ നോർമലായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയി. അവിടെ ചെന്ന് ഒരു കുഴപ്പമില്ലാതെ പല്ലെടുത്തു. ഒരു ബ്ലീഡിങ് ഉണ്ടായില്ല, നീരുണ്ടായില്ല. 3 ദിവസത്തിനുള്ളിൽ അവൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി, നോർമലായി. പിന്നെ ഞങ്ങളുടെ ഉടമ്പടി എടുക്കാൻ ഒരു 5 വർഷത്തിൻ്റെ അടുത്ത് താമസിച്ചു. 5 വർഷത്തിൻ്റെ അടുത്ത് താമസിച്ച് എന്ത് ചെയ്ത് നടക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഈ ഒക്ടോബർ 25 ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 25 എനിക്ക് എല്ലാ ഉടമ്പടിയും കഴിഞ്ഞ് പത്രം കൊണ്ടുവന്ന് തന്നു. പിന്നീട് എനിക്ക് അതിക്ക് മുമ്പ് 5 വർഷമായിട്ട് നടുവേദന, 5 വർഷമല്ല 10 വർഷത്തിൻ്റെ അടുത്ത് നടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും എണ്ണയും ഉടമ്പടി തൈലവും പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇപ്പോൾ പൂർണ്ണമായും നടുവേദന മാറി. തലവേദനയും ഉണ്ടായിരുന്നു. അതുപോലെ 5 വർഷത്തിൽ കൂടുതൽ തലവേദന ഉണ്ടായിരുന്നു. ആ 5 വർഷത്തിൽ തലവേദന ഒരു പ്രത്യേക തലവേദനയാണ്. ആരോടും സംസാരിക്കാൻ പറ്റില്ല, ആരുടെ ഒച്ച കേൾക്കാൻ പറ്റില്ല. ചിലപ്പോൾ വാമിറ്റിംഗ് വരും. വാമിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുരിശ് വരയ്ക്കും, വായിലും അത് ഭക്ഷിക്കും. അങ്ങനെ ഇപ്പോൾ ഈ തലവേദന മാറി. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് പത്രം കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി കൊടുക്കും. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, ഹിന്ദി ഇതെല്ലാം വാങ്ങിയിട്ട് പോയി അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടുത്തെ കിടപ്പ് രോഗികളുടെ അടുത്തേക്കാണ് അധികവും പോകുന്നത്. അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ എനിക്ക് ഈ പത്രം കൊണ്ടുവന്ന്
കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചത് ആരെങ്കിലും വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് എടുക്കാനോ അല്ലെങ്കിൽ അത് കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാലോ ആരും അത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം, ഇത് ആരുടെ കയ്യിൽ അമ്മ കൊടുക്കാൻ ആഗ്രഹിക്കണമോ, ആരുടെ കയ്യിൽ ഇത് എത്തിപ്പെടാൻ ആഗ്രഹിക്കണോ അവരുടെ കയ്യിൽ മാത്രമാണ് ഈ പത്രം എത്തിപ്പെടാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അവരുടെ കയ്യിലേക്ക് ഞാനിത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ കാലത്ത് ഡെയിലി ബ്രെഡ് അത് എല്ലാവർക്കും ഷെയർ ചെയ്യും. പിന്നെ ധ്യാനങ്ങളും അച്ഛൻ്റെ ടോക്കുകളെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യും. എല്ലാവരോടും കാണുന്നവരോടെല്ലാം ഈശോയെക്കുറിച്ചോ അല്ലെ കടയിലേക്ക് വരുന്നവരെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ച് പറയും. ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ഒരു നാട്ടിൽ വന്നത് കഴിഞ്ഞപ്പോൾ ഒരു ജോലി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു കടയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ദിവസവും പ്രാർത്ഥിക്കായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വീടും അതുപോലെ അടുത്ത് കിട്ടണം, പള്ളിയുടെ അടുത്ത് കിട്ടണം എന്ന് പറഞ്ഞു. പള്ളിയുടെ അടുത്ത് തന്നെ എനിക്ക് മാതാവ് വീട് എത്തിച്ചു തന്നു ഈശോയോട് പറഞ്ഞ്. പിന്നെ കട തന്നത് ഒരു അധികം വാടക കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല മാതാവേ, ഒരു 2000 രൂപയ്ക്ക് വാടകയ്ക്ക് കട കിട്ടിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കട എടുത്താൽ കൊള്ളാമെന്നുണ്ട്, തയ്ക്കാനാണ്. എനിക്ക് ചെന്നൈയിൽ ജോലി ഉണ്ടായിരുന്നു, ഇവിടെ ജോലിയൊന്നുമില്ല. ജോലിക്ക് അത് കടയെടുത്ത് ഞാനിങ്ങനെ അവനോട് കടയുടെ വാടകയുടെ തുകയൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, 2000 രൂപയാണ് വാടക, 5000 രൂപ അഡ്വാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അതെല്ലാം അമ്മ മാതാവും ഈശോയും തന്നതിന് 1000 നന്ദി പറയുന്നു. ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ കാണുന്നതിനേക്കാളും അധികമാണ്, നമ്മൾ ഒന്ന് ചിന്തിക്കുന്നതിനപ്പുറമാണ് മാതാവും ഈശോയും നമുക്ക് മുന്നേ പോയി എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തി തരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ നടക്കുവാനും എനിക്ക് ഒത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു. എപ്പോഴും എൻ്റെ ഭർത്താവിനോടാണെങ്കിലും എനിക്ക് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാനോ ഇച്ചിരി അസുഖമുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പിന്നീടുള്ള ഓരോ ദേഷ്യ കാര്യങ്ങളൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. അതുപോലെ എല്ലാം എനിക്ക് ഈശോ കൺട്രോൾ ചെയ്യാൻ തന്നു. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും എനിക്ക് അനുഗ്രഹം നൽകി. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു.